അങ്ങനെ നീണ്ട ഒരു മാസത്തിന് ശേഷം വീട്ടിലോട്ട് പോവുകയാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോണത് തന്നെ. നമുക്ക് ലീവും കാര്യങ്ങളൊന്നുമില്ല, എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പോണതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ബഡ്ജറ്റ് കുറച്ച് കുറവായിരുന്നു. അങ്ങനെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങി. ബഡ്ജറ്റ് കുറവായതുകൊണ്ട് തന്നെ ഓട്ടോയിൽ പോയാൽ ഒരു 150 കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഷാരോൺ ഡ്രോപ്പ് ചെയ്ത്, എന്നിട്ട് ഇതാ വഴിയിൽ വെച്ച് പെട്രോളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നേരെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ട്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ട്രെയിന്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത്, ടിക്കറ്റ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, 10 റുപ്പീസേ ഉള്ളൂ. അങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും സമയമില്ലായിരുന്നു. അപ്പോൾ തന്നെ ട്രെയിൻ എത്തി. ട്രെയിൻ ഇന്ന് കറക്റ്റ് സമയത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ 1 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നിലമ്പൂരെത്തി. അങ്ങനെ ഒരു വെള്ളമൊക്കെ വാങ്ങി, വെള്ളമൊക്കെ കുടിച്ച്. അങ്ങനെ പ്രണവ് കൊച്ചുവിൻ്റെ പുതിയ വ്ളോഗ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് 5 ലാക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അങ്ങനെ അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തി. ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പഴയ ആ ഒരു പവർ തിരിച്ചെടുത്ത് തള്ളിക്കയറി. ഞാനായിരുന്നു ഫസ്റ്റ് കയറിയത്. അങ്ങനെ കുറേ അമ്മച്ചിമാർക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കയറിയിട്ട് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഹാപ്പിയായി. അങ്ങനെ അവർക്ക് കിട്ടിയ കിടക്കാനുള്ള സ്ഥലം എനിക്ക് തന്ന്. അവർക്ക് കയറാൻ പറ്റില്ലല്ലോ മേലെ. അങ്ങനെ ഒരു ബാഗൊക്കെ പിടിച്ച് വെച്ചിട്ട് എനിക്കിതാ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. ഞാനും ഹാപ്പി. അങ്ങനെ രാവിലെ ഇങ്ങനെ ഉറങ്ങി എണീറ്റിങ്ങനെ നോക്കിയപ്പം സർപ്രൈസായിട്ട് എൻ്റെ ജൂനിയറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് സീറ്റ് ഇപ്പോൾ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവളവിടെ താഴെ ഇരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വർക്കല കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞതാ നമ്മൾ കൊച്ചുവേളിയിലെത്തി. അങ്ങനെ ഇനി അടുത്ത് ബസ് യാത്രയാണ്. ബസ്സിൽ നിന്ന് തമ്പാനൂർ വരെ പോകണം. അങ്ങനെ അതിനും ഇടിച്ച് തള്ളി. ബസ്സിലൊന്നും സീറ്റ് കിട്ടില്ല, അതുകൊണ്ട് അവിടെയും ഇടിച്ച് തള്ളേണ്ടി വന്ന്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ